ഒരു പാരൻറ്റ് കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പാരൻറ്റും കുട്ടിക്കും ഫ്രണ്ട്സ് ആവാൻ പറ്റും. ചിലർ പറയും പറ്റുമെന്ന്, ചിലർ പറയും പറ്റില്ല എന്ന്. പക്ഷേ നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സങ്കല്പത്തിൽ എന്താണ് ഒരു പാരൻറ്റ്? റൂൾസൊക്കെ സെറ്റ് ചെയ്യുന്ന, ഡിസിപ്ലിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാൾ. പക്ഷേ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം എല്ലാം തുറന്ന് പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ഒരുമിച്ച് ചിരിച്ചും കളിച്ചും ജീവിക്കുന്ന രണ്ടുപേർ. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, ഇതിലേതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന്. നമ്മൾ ഒരു പഴയ മോഡൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാരൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിനൊക്കെ വെച്ച് റൂൾസൊക്കെ സെറ്റ് ചെയ്ത് പണിഷ്മെൻറ്റൊക്കെ കൊടുക്കുമ്പോൾ കുട്ടി നമ്മളടുത്ത് അകൽച്ച കാണിക്കുമോ, നമ്മളടുത്ത് എല്ലാം തുറന്ന് പറയാതിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാകും. അതേസമയം നമ്മൾ ഒരുമിച്ച് ചിരിച്ചും കളിച്ചും നടക്കുമ്പോൾ നമ്മൾ അവരെ ആവശ്യത്തിന് റെസ്പെക്റ്റ് ചെയ്യുമോ, നമ്മൾ കൊടുക്കുന്നൊരു ഗൈഡൻസ് അവർ സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാകും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബ്ലെൻഡാണ് നമുക്ക് വേണ്ടത്. ഒരേ സമയം രണ്ടും ആയിരിക്കണം. അതെങ്ങനെയാവാൻ പറ്റും? അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കുട്ടികൾക്ക് നമ്മൾ വിശ്വാസം വരണം. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സേഫായിട്ട് നമ്മളടുത്ത് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ വീട്ടിലുണ്ടാക്കണം. ഇപ്പോൾ അവർ നമ്മളോടൊരു കാര്യം വന്ന് പറഞ്ഞു, ഉടനെ നമ്മൾ എന്തിനാണത് ചെയ്യാൻ പോയതെന്ന് വെച്ചിട്ട് അവിടെ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയല്ല വേണ്ടത്. ഓക്കെ, എനിക്ക് മനസ്സിലായി, പക്ഷേ വാ നമുക്കതിനെപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അല്ലാതെ നമ്മൾ ഉടനെ നമ്മളൊരു പണിഷ്മെൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഉടനെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? കുട്ടിക്ക് നമ്മളോട് തുറന്ന് പറയാനുള്ളൊരു സ്പേസ് നമ്മളവിടെ അടച്ചു കളയാണ് ചെയ്യുന്നത്. കുട്ടികൾ, പ്രത്യേകിച്ച് ടീനേജേഴ്സ്, അവർ പറയുന്ന അഭിപ്രായം നമ്മൾ എടുക്കണമെന്നോ നമ്മൾ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവർ നമ്മളുടെ അടുത്തൊരു അഭിപ്രായം പറഞ്ഞാൽ അത് നമുക്ക് ശരിയല്ലാന്ന് തോന്നിയാൽ പോലും നമ്മളത് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നീ അത് പറഞ്ഞതെന്ന്, പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ കാര്യത്തിൽ ഇങ്ങനെയാണ് എൻ്റെ അഭിപ്രായം എന്നുള്ളത് നമ്മൾ പറയണം. അല്ലെങ്കിൽ അവർ അടുത്തൊരു സന്ദർഭത്തിൽ അവരുടെ അഭിപ്രായം പറയാൻ അവർക്ക് മടിയായിരിക്കും. നമ്മളവർ ഇമോഷണലായിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഓക്കെ എന്ന് പറയാമെന്നല്ല. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുക തന്നെ വേണം. പക്ഷേ അവർക്ക് മനസ്സിലാവണം എന്തുകൊണ്ടാണ് നമ്മൾ ആ നോ പറഞ്ഞത്. ബൗണ്ടറീസ് വെക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളവരെ കൺട്രോൾ ചെയ്യാമെന്നല്ല അർത്ഥം, നമ്മളവരെ ഗൈഡ് ചെയ്യാമെന്നുള്ളൊരു അർത്ഥവും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു അരുതുകൾ വെക്കുമ്പോഴൊക്കെ നമ്മളത് സ്നേഹത്തോടു കൂടെ അവർക്കും കൂടെ മനസ്സിലാവണം എന്തുകൊണ്ടാണ്. ചില സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല, എന്നാലും നമ്മളത് ചെയ്യുന്നത് സ്നേഹത്തോടെയാണെന്നും നമ്മുടെ കരുതലാണെന്നുള്ളത് അവർക്ക് ആ ഒരു മെസ്സേജ് കറക്റ്റ് നമ്മൾ കൺവേ ചെയ്തിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു ഫ്രണ്ട് പാരൻറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ കുട്ടികളുടെ അടുത്ത് ഫ്രണ്ട്ലി ആകുമ്പോൾ നമുക്ക് പറ്റുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അതെന്തൊക്കെയാണെന്നും കൂടെ പറയാം. നമ്മളൊരു കാര്യത്തിൽ നോ പറയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ആയിപ്പോവും. അപ്പോൾ അവർക്കൊരു അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ അവർക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് നമ്മൾ ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ കൊടുത്തിരിക്കണം. നമ്മളൊരു കൂൾ ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചില സാഹചര്യങ്ങളിൽ അവർക്കൊരു സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് കിട്ടാനുള്ള ആ ഒരു മെച്യൂരിറ്റി നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ കുട്ടികളുടെ അടുത്ത് ഓപ്പൺ ആയിരിക്കണം, പക്ഷേ അതിൽ നമ്മൾ എത്രത്തോളം തുറന്ന് പറയണം എന്നുള്ളതിൽ നമ്മളൊരു ലിമിറ്റ് വെക്കണം. കാരണം നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ കുട്ടികളുടെ അടുത്ത് നമ്മൾ തുറന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ അടുത്ത് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഭാരം താങ്ങാൻ ചിലപ്പോൾ കുട്ടികൾക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു പാരൻറ്റിനും കുട്ടിക്കും ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ പറ്റുമോ? അത് നമുക്ക് യെസ് ഓർ നോ എന്ന് പറയാൻ പറ്റില്ല. കുട്ടിക്ക് എന്താണ് വേണ്ടത്? കുട്ടിക്ക് സേഫായിട്ടുള്ളൊരു സ്പേസാണ് വേണ്ടത് പാരൻസിൻ്റെ അടുത്ത്. അവർക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റണം, അവരെ റെസ്പെക്റ്റ് അവർക്ക് കിട്ടണം, അതേപോലെ അവർക്ക് ഗൈഡൻസും കിട്ടണം. അതല്ലാതെ നമ്മൾ ഓവറായിട്ട് അവരെ കൺട്രോൾ ചെയ്യുക, അതുപോലെ വെറുതെ അവരെ വെറുതെ ഫ്രീ ആയിട്ട് വിടുക, ഇത് രണ്ടും പാടില്ല. അപ്പോൾ നമ്മളതിനൊരു ബാലൻസ് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെ പറ്റിയിട്ട് കമൻറ്റിൽ എഴുതുക.